ഏവർക്കും നിലപാടിലേക്ക് സ്വാഗതം. പോയ വാരത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളിലും മറ്റു വിഷയങ്ങളിലുമുള്ള നിലപാട് NCP സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി വ്യക്തമാക്കുകയാണ്. നമസ്കാരം സാർ. ഇപ്പം ഏറ്റവും അടുത്തായിട്ട് അതായത് PV അൻവർ ഒരുപാട് തൻ്റെ രാഷ്ട്രീയ നിലപാടുകളിലൊക്കെ ഒരുപാട് അഭിപ്രായങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ഇപ്പോൾ അൻവർ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരികെ വരികയാണ്. അതായത് കോൺഗ്രസിലേക്ക് തന്നെ തിരികെ വരുമെന്നുള്ള കാര്യം ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ KC വേണുഗോപാലുമായിട്ട് ചർച്ച നടത്തി. അതിനെ ഇടനില നിന്നത് രമേശ് ചെന്നിത്തലയാണ്. PV അൻവറിൻ്റെ തുടങ്ങിയിടത്തേക്കുള്ള മടക്കയാത്ര അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അല്ല, PV അൻവറിന് LDFിലേക്ക് ഇനി തിരിച്ചു പോകാൻ പറ്റില്ല. കാരണം അത്രമാത്രം അകന്നിരിക്കുന്നു. പിന്നെ മറ്റൊരു ഓപ്ഷനുള്ളത് BJP ആണ്, അത് NDA മുന്നണിയാണ്. അപ്പോൾ UDFിലേക്ക് തന്നെയാണ് അദ്ദേഹത്തിന് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ UDFിലേക്ക് പോകുമ്പോൾ തീർച്ചയായും UDFിലെ ഏറ്റവും വലിയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ്സാണ്. അത് അദ്ദേഹം ഉപയോഗിക്കുന്നു. അതിൽ വേറൊരു ഓപ്ഷൻ അദ്ദേഹത്തിനില്ല. മറ്റ് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് അല്ലെങ്കിൽ സ്വന്തമായിട്ട് കേരളത്തിലൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകണമായിരുന്നു. അതിന് ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു ഇലക്ഷൻ പോലും മത്സരിച്ചു, അവിടെ നിന്നുള്ളത് നമ്മൾ കണ്ടതാണല്ലോ. മറ്റുള്ളിടത്ത് സ്ഥാനത്ത് നിർത്തിയെങ്കിലും പിന്നീട് പിൻവലിച്ചു. അപ്പോൾ അങ്ങനെ അതെല്ലാം എടുക്കുമ്പോൾ തീർച്ചയായും മറ്റൊരു ഓപ്ഷൻ അദ്ദേഹത്തിന് മുന്നിൽ ഇല്ലാത്തതാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അതായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി ഉണ്ടാക്കണമായിരുന്നു. അതിന് മാത്രമുള്ള ആളുകളും അദ്ദേഹത്തിന് അപ്പോൾ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി പോകണമെങ്കിൽ മാത്രമുള്ള ആളുകളൊന്നും അദ്ദേഹത്തിൻ്റെ കൂടെ അത്തരം നേതാക്കന്മാരോ ബാക്കിയുള്ള വന്നിട്ടുമില്ല. അപ്പോൾ ഇതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ചോയ്സ്. ഇവിടെ അതിദാരുണമായ 2 അപകടങ്ങളാണ് പോയ വാരത്തിൽ സംഭവിച്ചത്. ഒന്ന് ആലപ്പുഴയിൽ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണം, രണ്ടാമത്തേത് പാലക്കാട്ട് മരണം. ഈ 2 അപകടങ്ങളിലും വാഹനങ്ങൾ അത്രമേൽ വലിയ വേഗതയിലാണെന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ ഈ 2 അപകടങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു? അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ റോഡുകൾ ഇത്രയും വലിയ കുരുതിക്കളങ്ങളായി മാറുന്നത്? അല്ലെങ്കിൽ പ്രശ്നം എവിടെയാണെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് ഹൈവേസ് എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ സ്റ്റേറ്റ് ഹൈവേ റോഡുകളും ഇത് പുതുതായിട്ട് വരുന്ന നാഷണൽ ഹൈവേയുടെ പുതുതായിട്ടുള്ള കൺസ്ട്രക്ഷനും അലൈൻമെൻറ്റും മറ്റുമാണ്. അതല്ലാതെ പഴയ റോഡുകൾ എടുത്താൽ അതെല്ലാം പഴയ പഞ്ചായത്ത് റോഡുകൾ വീതി കൂട്ടി സ്റ്റേറ്റ് ഹൈവേസ് ആക്കിയതാണ് പലതും. അപ്പോൾ അത് പിന്നീടും ഇപ്പോൾ വീതി കൂട്ടി ഉള്ള കൺസ്ട്രക്ഷൻ പോകുന്നു. അപ്പോൾ റോഡുകളുടെ ഇതെടുത്തു കഴിഞ്ഞാൽ ടെക്നിക്കലി അതിന് കൃത്യത പല ഇതുണ്ട്. ഇപ്പോൾ വളവിലാണെങ്കിൽ വളവിൽ തിരിവിന് റോഡിൻ്റെ ചെരിവ്, ഇത് ഇപ്പോൾ വലത്തോട്ട് തിരിയുമ്പോൾ ഓപ്പോസിറ്റിലേക്ക് ചെരിവ് എടുത്തു കഴിഞ്ഞാൽ ആ വണ്ടി എങ്ങനെ ഇത് ചെയ്യും? ഇങ്ങോട്ട് പോകുമ്പോൾ മറിയാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. മാത്രമല്ല, ഇന്നത്തെ നമ്മുടെ ഒട്ടുമിക്ക വണ്ടികൾ എടുത്താലും എല്ലാം ട്രക്സിനെ സംബന്ധിച്ച് ലോറികളാണെങ്കിൽ ഓവർലോഡാണ്. അപ്പോൾ ഓവർലോഡ് വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി മറിയാനും അല്ലെങ്കിൽ കൺട്രോൾ പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ റോഡുകളുടെ കൺസ്ട്രക്ഷനിൽ വന്നിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് തിരുത്തലാണ് ഒന്ന്. മറ്റൊന്ന്, ഇപ്പോൾ ഇവിടെ വാടാനപ്പള്ളി അടുത്തുണ്ടായിട്ടുള്ള ഒരു ആക്സിഡന്റ് എന്ന് പറയുന്നത്, അവിടെ ഡ്രൈവറല്ല ക്ലീനറാണ് വണ്ടി ഓടിച്ചിരുന്നത്. മാഹിന്ന് പോലെ കള്ളു വാങ്ങിച്ച് അവസാനം ഇവിടെ എത്തുമ്പോഴത്തേക്കും അയാൾ തീർന്നിരിക്കുന്നു, രണ്ടുപേരും കുടിച്ച് തീർത്തിട്ടാണ് വരുന്നത്. ഇവിടെ ഇൻസ്പെക്ഷൻ, ഇവിടെ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ചെക്കിംഗ് ഉണ്ടായിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഇത്തരത്തിൽ ദാരുണമായിട്ടുള്ള പല അപകടങ്ങളും ഈ ഡ്രഗ്സിൻ്റെ, കള്ളിൻ്റെ അല്ലെങ്കിൽ ലിക്കർ ഇങ്ങനെയുള്ളതിൻ്റെ ഒക്കെ ഉപയോഗം കൊണ്ട് വരുന്ന ഒരു ഭാഗമുണ്ട്. മറ്റൊന്ന് റോഡിൻ്റെ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് ഗവൺമെൻറ് തീർച്ചയായും അത്തരം ഒന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ്, ലൈസൻസ് കൊടുക്കുന്നതിലടക്കമുള്ള കൃത്യത. ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ ടെസ്റ്റിനൊക്കെ പ്രത്യേകിച്ച് നിയന്ത്രണങ്ങൾ വന്നപ്പോൾ എന്തായി, ഈ ഡ്രൈവിംഗ് സ്കൂളുകളാണ് ആദ്യം വന്നിട്ട് സമരത്തിന് വന്ന് പ്രശ്നങ്ങളാക്കിയിട്ട് ഗവൺമെൻറ് ചർച്ചയ്ക്ക് വിളിച്ച് പിന്നീട് അതൊന്ന് ഒഴിവാക്കലുണ്ടായത്. അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥലത്ത് തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിനെല്ലാം കൃത്യതയോടുകൂടിയുള്ള ഒരു മോണിറ്ററിങ് സിസ്റ്റം, അതുപോലെ തന്നെ ഈ ചേഞ്ചസും കൊണ്ടുവരണം. റോഡിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ് കംപ്ലീറ്റ് സോൾവ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് നിൽക്കുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, 200 കോടിയിലധികം രൂപ ചിലവാക്കിയാണ് സംസ്ഥാനത്തെ റോഡുകളിൽ ഹൈവേകളിൽ ഉൾപ്പെടെ നിരീക്ഷണ ക്യാമറകൾ സർക്കാർ സ്ഥാപിച്ചത്. ഈ നിരീക്ഷണങ്ങൾ സ്ഥാപിച്ച ശേഷം സർക്കാർ പറയുന്ന അപകടങ്ങളുടെ നിരക്ക് കുറഞ്ഞു എന്നാണ്. പക്ഷേ കണക്കുകൾ സൂചിപ്പിക്കുന്ന അപകടങ്ങൾ, മരണങ്ങൾ ഉൾപ്പെടെ നോക്കിയാലും കണക്കുകൾ മറിച്ചൊരു കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ പോലും മുന്നോട്ടുണ്ടെന്ന് അതും ഫലവത്താവാത്തത് എന്തുകൊണ്ടാവും? അല്ല, ക്യാമറകൾ വെച്ചുകൊണ്ട് മാത്രം ആക്സിഡൻറ്റ് ഇതാവില്ല. ക്യാമറ വെക്കുമ്പോൾ ക്യാമറ ഉണ്ടെന്നുള്ള എനിക്ക് കുറച്ചൊരു ഉണ്ടാവും. ഇതേ ക്യാമറയുടെ സ്പോട്ടുകളെല്ലാം സ്ഥിരം യാത്രക്കാർക്കെല്ലാം അറിയാം. അവരവിടെ വരുമ്പോൾ സ്പീഡ് കുറയ്ക്കും, അത് കഴിഞ്ഞാൽ പിന്നീട് ഇത് ചെയ്യും. മാത്രമല്ല, ഇന്ന് ഒട്ടനവധി ആപ്ലിക്കേഷൻസ് ഇറങ്ങിയിട്ടുണ്ട്, ആപ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഈ ആപ്പ് ക്യാമറ ഐഡൻറ്റിഫൈ ഉണ്ട്. 200 മീറ്റേഴ്സ് എത്തുമ്പോൾ ക്യാമറ 200 മീറ്റർ ഉണ്ടെന്ന് പറയുന്നു.
അടുത്ത 100 മീറ്റർ മുമ്പോ എഗെയിൻ ഒരു വാർണിംഗ് കൊടുക്കുന്നു, അടുത്ത 100 മീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് ക്യാമറയെ പറ്റി പ്രശ്നം വരുന്നില്ല. മാത്രമല്ല ഈ ക്യാമറകളെല്ലാം വർക്ക് ചെയ്യുന്നൊന്നുമില്ല. പിന്നെ ഈ ക്യാമറകൾ പിടിക്കുന്ന വെച്ചാൽ കെൽട്രോണിനാണ് കോൺട്രാക്ട് കൊടുത്തിട്ടുള്ളത്. കെൽട്രോണിന് പൈസ കൊടുക്കാത്തതുകൊണ്ട് ഈ കെൽട്രോൺ തന്നെ ഇതിൻ്റെ നോട്ടീസ് അയക്കാനോ ബാക്കിയുള്ളതിനോ ചെയ്യുന്നില്ല. പോസ്റ്റ് ഓഫീസിന് പൈസ കൊടുക്കാത്തതുകൊണ്ട്, ഈ പോസ്റ്റൽ ചാർജസ് കൊടുക്കാത്തതുകൊണ്ട്, കെൽട്രോണിന് പൈസ കിട്ടിയാലേ അപ്പോൾ പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവരും ഈ നോട്ടീസ് പോലും പോസ്റ്റിൽ അയക്കുന്നതിന് ഇപ്പോൾ പിന്നാക്കം നിൽക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് ഇതിൽ എന്തെല്ലാം കുറേ പൈസയിലൊക്കെ കൊണ്ടുവരുന്നു കാണിക്കുന്നല്ലാതെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കഴിഞ്ഞ ഫെർദറൻസ് അതിൽ വരുന്ന കൃത്യതയോട് കൂടിയിട്ടുള്ള മോണിറ്ററിങ്ങും അതുപോലത്തുള്ളതിനുള്ള ചെയ്യുന്നില്ല. ചെയ്യാൻ പറ്റില്ല എന്ന് മറ്റു കാര്യം, ഗവൺമെൻറ് സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങളിലാണ്. അതുകൊണ്ട് അവർക്ക് ഈ പദ്ധതിയിൽ കൊടുത്ത് ഞങ്ങൾ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പറയുന്നതല്ലാതെ ഇത് കൃത്യമായി നടത്തിക്കൊണ്ടുപോകാനുള്ള കഴിവ് ഇന്ന് ഗവൺമെൻറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും CPM-ൻ്റെ സമ്മേളനങ്ങളെ സംബന്ധിച്ചൊരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണ്. വീണ്ടും ഈ ആഴ്ചയിലേക്ക് വരുമ്പോഴും അത് തന്നെ ആവർത്തിക്കപ്പെടുന്ന ചില കാരണങ്ങളും, അതായത് ജില്ലാ സമ്മേളനങ്ങൾ തുടങ്ങുന്നു. ആദ്യ സമ്മേളനം കൊല്ലത്തായിരുന്നു. കൊല്ലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദിനെതിരെയൊക്കെ വലിയ വിമർശനങ്ങളുണ്ടാകുന്നു. എടുത്ത് നമ്മുടെ കളമശ്ശേരി ഏരിയ സമ്മേളനം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു. ഏരിയ സമ്മേളനത്തിൽ മന്ത്രി കൂടിയാണ്, പ്രദേശത്തെ MLA കൂടിയാണ്. രാജീവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തകർക്കിടയിലെ വലിയ വിമർശനമുണ്ടാകുന്നു. ഇത്തരം വിമർശനങ്ങളെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? അല്ല, വിമർശനങ്ങൾ ജനാധിപത്യപരമായിട്ടാണെങ്കിൽ ഏത് പാർട്ടികളാണെങ്കിലും വിമർശനങ്ങൾ ആവശ്യമാണ്. അത് പാർട്ടികളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു 3 വർഷത്തിലൊരിക്കൽ ആ 3 വർഷത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള നടന്ന കാര്യങ്ങളും പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനുള്ള ഒരു ഓപ്പൺ ഇത് കിട്ടുന്നതാണ് അവിടെ. മുൻകാലങ്ങളിലും ഇതുണ്ട്. പക്ഷേ ഈ മറ്റ് പാർട്ടികളെ പോലെ CPM-ൻ്റെ ഉള്ളിൽ നടക്കുന്ന ചർച്ചകളൊന്നും പുറത്തു വരുമായിരുന്നില്ല നേരത്തെ. ഇപ്പം അത് ഓരോ ഇത് കഴിയുമ്പോഴും കൂടിക്കൂടി വരികയാണ്. മാത്രമല്ല, പണ്ട് അതിനൊരു ഇതുണ്ടായിരുന്നു, അങ്ങനത്തെ ചർച്ചകൾ വന്നാൽ അവിടെ ഇടപെടലുകൾ, സീനിയർ ലീഡേഴ്സിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് എല്ലാം ഒരു സൊല്യൂഷൻ കണ്ടുകൊണ്ട് നല്ല നിലയ്ക്ക് പോകുമായിരുന്നു. ഇന്നിപ്പോൾ അതല്ല. ഇന്ന് പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു, സൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ പലതുമുണ്ട്. കാരണം മറുപടി പറയാൻ പോലും പറ്റാത്ത ചില പ്രശ്നങ്ങളുണ്ട്, നേതൃത്വത്തിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണു? അവർ ഉടനെ തന്നെ പഴയൊന്നും വ്യത്യസ്തമായിട്ട് ഉടനെ തന്നെ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു, നേരെ മറ്റൊരു പാർട്ടി ചേർന്നു. അപ്പം മംഗലപുരത്ത് നേരിട്ട് BJP-യിൽ പിറ്റേ ദിവസം ഇല്ല, ഞാൻ നാളെ 11 മണിക്ക് BJP-യിൽ പോവാമെന്ന് ഡിക്ലെയർ ചെയ്തിട്ടാണല്ലോ പോകുന്നത്. ഇപ്പം അയാൾ പൈസയും കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള കേസും കാര്യങ്ങളിലേക്ക് പോകണം. അപ്പോൾ ഈ വിമർശനം വേണം തീർച്ചയായും പാർട്ടിക്കകത്ത്. അത് അതിൻ്റെ ആ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നുള്ളതായിരിക്കണം. അവിടെ അങ്ങനെ വരുമ്പോൾ നേതൃത്വത്തിന് നാളെ വിമർശനം വരും, ഞാൻ ചോദ്യം പെടേണ്ടവനാണ് എന്നുണ്ടാകുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ സുതാര്യത വരും. അത് നിർബന്ധമാണ്. പക്ഷേ ഇവിടെ മറുപടി പറയാൻ പറ്റാത്ത പ്രശ്നങ്ങളുകൊണ്ടാണ് ഇത് പുറത്തേക്ക് വന്ന് വളരെ മോശമായിരിക്കും പോകുന്നത്. ഇവിടെ മന്ത്രി P. രാജീവിനെതിരെ സ്വാഭാവികമായിട്ടും വിമർശനം ഉന്നയിച്ച ആളുകളൊക്കെ പ്രവർത്തകരാണ്, അല്ലെങ്കിൽ താഴെത്തട്ടിലെ സ്വാഭാവികമായിട്ടും ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന ആളുകളാവും. പ്രധാനമായിട്ടും രാജീവിനെതിരെ ഉയർന്നൊരു പ്രവർത്തകരുമായി അല്ലെങ്കിൽ പാർട്ടിക്ക് വിധേയനല്ലാതെ പാർട്ടിക്ക് മുകളിലേക്ക് വരുന്നു. പ്രത്യേകിച്ച് യുവജന വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ സംഘടിപ്പിക്കുന്നത്. ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം കുസാറ്റിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നു. 30 വർഷത്തിന് ശേഷം SFIയുടെ കയ്യിലുണ്ടായിരുന്നൊരു ക്യാമ്പസ് മറ്റൊരു വിദ്യാർത്ഥി സംഘടനയുടെ കൈകളിലേക്ക് പോകുന്നു. ഇതെല്ലാം കൂടി വായിച്ചു നോക്കുമ്പോൾ പ്രദേശത്തെ MLA ആണ്, മന്ത്രിയാണ്, സംഘടനയ്ക്ക് അപ്പുറത്തേക്ക് വളരുവാനുള്ള ശ്രമങ്ങളാണോ രാജീവ് നടത്തുന്നത്? അല്ല, ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ്, അതായത് പാർട്ടികൾക്കുള്ളിൽ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ഇതിനൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ എല്ലാറ്റിനും മുകളിലാണെന്ന് എനിക്ക് ചിന്ത വന്നു കഴിഞ്ഞാൽ എനിക്കെന്തും ചെയ്യാന്നുള്ള ഒരു ധാരണ എൻ്റെ ഉള്ളിൽ വരാണ്. അപ്പം അധികാരത്തിൻ കേന്ദ്രങ്ങളിൽ ഇരിക്കുമ്പോൾ എന്തൊക്കെയാണെന്നുള്ള ചിന്ത വരുമ്പോൾ, ഒരു മന്ത്രിയായിരിക്കുമ്പോൾ പ്രത്യേകിച്ചും മറ്റുള്ള ആളുകളുടെ പല കാര്യങ്ങൾക്കും വരുമ്പോൾ അത് നടത്തി കൊടുക്കുന്നതിലുള്ളതും, ഒപ്പം തന്നെ ഈ പൊസിഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, അത് പല ആളുകളെയും ചീത്തയാക്കുന്ന ഒരു ഇതുണ്ട്. അപ്പം അതിലും മതിമറന്ന് പോകുന്ന ആൾ. പക്ഷേ പഴയ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള ഒരു ഇതല്ല ഇന്നത്തെ ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ കുറെ വന്നിട്ടുണ്ട്. അതിൻ്റെ അപജയം എല്ലാ പാർട്ടികളിലും ഉണ്ട്, CPM-ലും ഉണ്ട്. മനസ്സിലായോ? അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. ഒരു വ്യക്തി എന്നുള്ള എനിക്ക് എടുത്ത് പറയാനൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല. അത് പല വ്യക്തികൾക്കും ഇന്ന് ആ അപജയം സംഭവിച്ചിട്ടുണ്ട്. അതിന് കറക്റ്റാനുള്ള ഫോഴ്സൊന്നും ഇല്ല. അതാണ്. ഇനി നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടൊരു സംഭവം കഴിഞ്ഞ ദിവസം കേന്ദ്ര പാർലമെൻറ്റിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്
പാസ്സാക്കുകയുണ്ടാകുന്നു. അപ്പം പ്രതിപക്ഷ പാർട്ടികൾ പറയുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു പാർട്ടി എന്ന നിലയിലേക്കാണ് പോക്കെന്നാണ്. അങ്ങ് ഇതിനകത്തുള്ള അങ്ങയുടെ ഒരു നിലപാട്, അഭിപ്രായം എന്താണ്? വാസ്തവത്തിൽ അത്ര പ്രാക്ടിക്കലല്ല ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. കാരണം ഇതിനിടയ്ക്ക് മറ്റ് പല കാരണങ്ങളെ കൊണ്ടും ഒരു പക്ഷേ പല ഗവൺമെൻറ്റുകളെ പിരിച്ചുകൊണ്ട് വരും. അപ്പോൾ ഒരു ലോങ് ടേം ചിലപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിൽ വന്ന് ഒരു വർഷം കഴിയുമ്പോൾ അങ്ങനത്തെ സാഹചര്യം വന്നാൽ പിന്നീട് 4 വർഷം പിന്നീട് ഒരു സെൻട്രൽ പ്രസിഡന്റ് റൂളോ ബാക്കിയൊക്കെ വന്നിട്ട് ആരും ഇതിട്ട് കൊണ്ടുപോകേണ്ട പ്രശ്നങ്ങൾ വരും. അപ്പോൾ പ്രാക്ടിക്കലല്ല, മനസ്സിലായോ? പിന്നെ ഈ തെരഞ്ഞെടുപ്പ് ചെലവുകൾ കുറയ്ക്കാൻ കഴിയുന്നുള്ളത് വാസ്തവമാണ്. അതിന് മറ്റെന്തെങ്കിലും നോക്കേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പ് ചെലവുകൾ കുറയ്ക്കാനായിട്ടുള്ള എന്തെല്ലാം വഴികളുണ്ട് നോക്കിക്കൊണ്ടായിരിക്കണം അതിലേക്ക് പോകേണ്ടത്. മാത്രമല്ല, ഇനി അങ്ങനെ തീരുമാനം എടുക്കേണ്ട എല്ലാ പാർട്ടികളും തയ്യാറാണെങ്കിൽ അതിനെങ്ങനെ എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുവന്ന് എങ്ങനെയെല്ലാം ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള ചർച്ച നടത്തുന്നതിലേക്കാണ് പോകേണ്ടത്. അല്ലെ പാർലമെൻറ്റിൽ ഒരു ബില്ല് വെച്ചിട്ട് പെട്ടെന്ന് ആരെയും മുഖവിലേക്ക് എടുക്കാതെ പോകുമ്പോൾ അതിന് എതിർപ്പുകൾ വരുള്ളൂ. അത് ചർച്ച നിർബന്ധമായും ആവശ്യമായിട്ട്. കാരണം നമുക്ക് തീർച്ചയായിട്ടും ഈ ചിലവുകൾ ചുരുക്കേണ്ടതുണ്ട്. അതിന് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ആവശ്യമാണ്. പക്ഷേ ഇതൊരു സൊല്യൂഷനാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതിനെല്ലാവരും വിളിച്ചിരുത്തിക്കൊണ്ട് ചർച്ച നടത്തിക്കൊണ്ടൊരു സൊല്യൂഷനാണ് കാണേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം അങ്ങൊരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഇത്തരം ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ ദേശീയ തലത്തിൽ മാത്രമല്ലല്ലോ ചർച്ചകൾ. അപ്പം സംസ്ഥാനത്ത് നിയമസഭയും പാർലമെൻറ്റും എല്ലാം ഒരുമിച്ച് നടക്കുമ്പോൾ സംസ്ഥാന തലത്തിലും അതിന് താഴേക്കുമൊക്കെ ചർച്ചകൾ നടക്കേണ്ടതായിട്ടില്ലേ? അല്ല, ദേശീയ പാർട്ടികളിന് ഒട്ടുമിക്ക പാർട്ടികളും ദേശീയ പാർട്ടികളാണ്, റെപ്രസെൻറ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നേണ്ട ഭാഗമായിട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ ദേശീയ തലത്തിലുള്ള പാർട്ടികളെ തന്നെ വിളിച്ച് നടത്തിയാൽ തന്നെ ഇതിന് അവർക്ക് അവരുടെ സംസ്ഥാന തലങ്ങളിൽ ആ പാർട്ടികൾക്ക് അവർ ചർച്ച നടത്തിയിട്ടും. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇത് വന്നു തുടങ്ങിയിട്ട് എത്ര നാളുകളായില്ലേ? ഏതെങ്കിലും ഒരു പാർട്ടി അവരുടെ സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ ദേശീയ തലത്തിലോ ഇതിനെപ്പറ്റി ഒരു ചർച്ച അവരുടെ ഉള്ളിൽ നടത്തിയിട്ടുണ്ടോ? ഇതുവരെയില്ല. ഈ നേതാക്കന്മാരെന്തെങ്കിലും ഇതിനെതിരെ അഭിപ്രായം പറയുന്നു അല്ലെങ്കിൽ യോജിപ്പ് പറയുന്നതിനപ്പുറം ഞാൻ പറഞ്ഞപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഇതിൽ കൃത്യതയോടുകൂടി ഇവിടെ എല്ലാ പാർട്ടികളും പോകുന്നുണ്ടോ എന്നുള്ള എനിക്ക് ചോദ്യചിഹ്നമാണിത്. അങ്ങനെയാണെങ്കിൽ താഴെത്തട്ടിൽ അത് ചർച്ചയ്ക്ക് കൊണ്ടുവരണ്ടേ? വന്നിട്ടില്ലല്ലോ. ഇപ്പം ഞാനിപ്പോൾ ഈ CPM സംസ്ഥാന ഇതിലിപ്പോൾ എല്ലാ സ്ഥലത്തും ഈ സമ്മേളനം നടക്കുന്നുണ്ടല്ലോ. അവിടെ എവിടെയും ഈ ഒരു ചർച്ച ഒന്നായിട്ട് പത്രങ്ങളിൽ കണ്ടിട്ടില്ല. ഇത് ഒരു മുഖ്യ വിഷയമല്ലേ? അപ്പോൾ നേതാക്കന്മാർ അതിന് പ്രതികരിക്കും, പണികൾ അതനുസരിച്ച് തെറ്റാണെന്ന് പറഞ്ഞു, ശരിയാണെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ബാക്കി പ്രശ്നങ്ങളിലേക്കോ ഒരു സെമിനാർ വെച്ചുകൊണ്ട് പല ആളുകളും വിളിച്ചുകൊണ്ട് അതിനെപ്പറ്റി ചർച്ച നടത്തിയിട്ട് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയാൻ അങ്ങനത്തെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ തീർച്ചയായും ഈ ജനാധിപത്യ രീതിയിൽ വരുന്ന ആ സിസ്റ്റത്തിൻ്റെ ചില തകർച്ചകളാണ് ഇതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മഹാരാഷ്ട്ര രാഷ്ട്രീയമായിട്ട് വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനമായിട്ട് നീങ്ങുകയാണ്. ഇപ്പം NCPയെ സംബന്ധിച്ച് ശരത് പവാർ NCP എന്ന സംഘടന ഇപ്പം പൂർണ്ണമായിട്ടും അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് വരുന്നു ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത് അത്ര കണ്ട് ശരിയല്ലെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. അങ്ങനെ ശരത് പവാർ ഒരു സമീപനം എടുക്കുകയാണെങ്കിൽ അത് ഏതു തരത്തിലായിരിക്കും അങ്ങ് നോക്കിക്കാണുന്നത്? അതോടൊപ്പം തന്നെ ഇവിടെ സംസ്ഥാനത്ത് കേരളത്തിലേക്ക് വരുമ്പോൾ PC ചാക്കോ ഉൾപ്പെടെയുള്ളൊരു വിഭാഗം ശരത് പവാറിനൊപ്പം അടിയുറച്ച് നിൽക്കുന്നു എന്ന് പറയുന്നു. അവരുടെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും? അല്ല, ശരത് പവാർ എനിക്ക് തോന്നുന്നില്ല അതായത് കോൺഗ്രസ്സുമായി ലയിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്നു. അത് ഇറക്കാൻ പാടില്ല. കാരണം കോൺഗ്രസ്സിന് അല്ല ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം മമതയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം തന്നെ വെടിപൊട്ടിച്ചത് അതുമാണ്. അപ്പോൾ അങ്ങനെ ഒരു അലയൻസിന് പോകുന്ന ഒരാൾ ഇത് പറയാൻ പാടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല പോകുന്നു. പക്ഷേ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ എനിക്കറിയാം, ഇപ്പോൾ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട 8 MP-മാരിൽ ഏതാണ്ട് 50% അത് പവറിൻ്റെ കൂടെ പോകാൻ തയ്യാറാണ്. അതിൽ കൂടുതലുണ്ട്, മനസ്സിലായോ? MLA-മാരിൽ തന്നെ 10 പേരിൽ ഏതാണ്ട് 5-ൽ കൂടുതൽ ആളുകൾ ഇപ്പുറത്ത് വരാൻ തയ്യാറാണ്. 1-2 പേര് മാത്രമാണ് അതിന് മുമ്പ് ഇത് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു 2/3 മെജോറിറ്റി വേണമല്ലോ ഇത്തരത്തിൽ മാറി ഇത് ചെയ്യുമ്പോൾ. അത് ലഭിക്കാൻ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ഇവരെല്ലാം അതിപ്പോറിൻ്റെ കൂടെ പോകാൻ തയ്യാറാണ്. ഞാൻ കാണുന്നത് നേരെ മറിച്ചാണ്. അതായത് സുപ്രിയ സുലെയ്ക്ക് കേന്ദ്രത്തിൽ ഒരു സ്ഥാനം കിട്ടുകയാണെങ്കിൽ അജിത് പവാറിൻ്റെ കൂടെ അജിത് പവാറിനെ ദേശീയ പ്രസിഡൻ്റായി അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ പോകാനായിരിക്കും കൂടുതൽ സാധ്യത. മാത്രമല്ല അദ്ദേഹം ഓൾറെഡി പറഞ്ഞു, ഞാൻ റിട്ടയർമെൻറ്റ് ഇതിലാണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ശരത് പവാർ. അപ്പോൾ നേരത്തെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഈ സാധ്യതയാണ് കാണുന്നത്. പിന്നെ PC ചാക്കോയുടെ കാര്യം
PC ചാക്കോവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്, കേരളത്തിൽ നേടാവുന്ന എല്ലാം നേടിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു അദ്ദേഹം എടുക്കുന്ന തീരുമാനം, ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് PJ കുര്യൻ, അദ്ദേഹം അതിന് പിന്നീട് മത്സരിക്കാനിപ്പോൾ നല്ല നിലയ്ക്ക് റിട്ടയർമെൻ്റ് എടുത്ത് സുഖമായിട്ട് വിശ്രമത്തിലേക്ക് കടന്നു. ആ ഒരു ലൈനാണ് PC ചാക്കോയ്ക്ക് അനുയോജ്യമെന്നാണ് ഒരു രാഷ്ട്രീയത്തിൽ നോക്കുകയാണെങ്കിൽ. അല്ലാതെ PC ചാക്കോന് ഇപ്പോൾ കോൺഗ്രസ്സിലാണെന്ന് വിചാരിക്കുക, കോൺഗ്രസ്സിലാണെങ്കിൽ പോലും അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ? അവരുമായിട്ട് അത്ര ഇതിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മനസ്സിലായോ? ഇപ്പം ഉള്ളിടത്ത് നിൽക്കാനും പറ്റില്ല. അവിടെ ഇപ്പോൾ അടുത്ത ദിവസം അടി ഉണ്ടാവുള്ള അതും ആയിട്ടുണ്ട്. അപ്പോൾ PC ചാക്കോയ്ക്ക് അതിൻ്റെ ഏതാണ്ട് അവസാന സമയമായി. ഈ സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുക എന്നുള്ള നിലയ്ക്ക് ഇതിപ്പോൾ സ്വരം മോശമായിരിക്കുന്നു, ആ അവസ്ഥയിലെങ്കിലും ഉടനെ പാട്ട് നിർത്തുന്നതായിരിക്കും അത് നല്ലതാണ്. ഒരു പൊളിറ്റിക്കൽ ഇതിൽ ഞാൻ നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം വൈദ്യുതി ഒരു മനുഷ്യനെ സംബന്ധിച്ച് അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണ്. വൈദ്യുതിയായിട്ട് ബന്ധപ്പെട്ട കരാറുകളിലും അഴിമതികൾ വരുന്നതായിട്ട് പുറത്തേക്ക്, അതായത് അദാനിയുമായിട്ട് ബന്ധപ്പെട്ട 1000 കോടി രൂപയുടെ ഒരു കരാർ പുതുതായിട്ട് വരുന്നു. അതല്ലാതെ മറ്റൊരു കരാറിലും ഇതുപോലുള്ള അഴിമതി ആരോപണങ്ങൾ പ്രതിപക്ഷമൊക്കെ ഉന്നയിക്കുന്നു. അതിന് അത്തരം ആരോപണങ്ങളെയും അല്ലെങ്കിൽ അഴിമതി കഥകളെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഇതിൽ പ്രശ്നം എവിടെയാണെങ്കിൽ സർക്കാർ വളരെ സാമ്പത്തികമായിട്ടുള്ള വലിയ ഞെരുക്കത്തിൽ വലിയ പ്രശ്നങ്ങളാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഭാവിയിൽ കേരളത്തെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള ആലോചിച്ചുകൊണ്ടുള്ള തീരുമാനം എടുക്കുന്നതിൽ നിന്ന് സർക്കാരിന് കഴിയുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ കാർബോറണ്ടം യൂണിവേഴ്സിറ്റിൻ്റെ അവരെ കരാർ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് നീട്ടിക്കൊടുക്കുന്നതിന് പോർഷൻ കഴിഞ്ഞു, ആ കരാർ കഴിഞ്ഞു, അത് നേരെ ഇലക്ട്രിസിറ്റി ബോർഡ് ഏറ്റെടുക്കാവുന്നതാണ്. ഓൾറെഡി എഗ്രിമെൻ്റ് പ്രകാരം ഏറ്റെടുത്താൽ KSEBിക്കാണ് മെച്ചം. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് ഇവിടെ വരുമാന ലെവലിൽ പ്രശ്നങ്ങളിലാകുന്നത് കേട്ട് ഇപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ ചാർജ് കൂട്ടിയിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിരിക്കാം. ആ സമയത്ത് പോലും ഇത്തരത്തിൽ കഴിഞ്ഞ കരാർ അവസാനിച്ച ഈ കാർബോണത്തിൻ്റെ ഈ മണിമലയാറിലുള്ള ആ വൈദ്യുതി പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ തയ്യാറാവാതെ അവർക്ക് നീട്ടിക്കൊടുക്കുന്നു. അതിലിപ്പോൾ പത്രങ്ങളിൽ വന്നതെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയും ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി മിനിസ്റ്ററൊക്കെ അറിഞ്ഞുകൊണ്ട് ആണ്, രമേശ് ചെന്നിത്തല വെച്ചാൽ ക്യാബിനറ്റിൽ പോലും ആലോചിക്കാതെ തീരുമാനം എടുത്തിരിക്കുന്ന ലെവലിൽ ഉണ്ടെന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. അപ്പോൾ ഈ ദീർഘവീക്ഷണമില്ലാതെ ഇത്തരം ഇതിൽ ഏതിനോ കീഴ്പ്പെട്ടുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങളുടെ പ്രശ്നമാണത്. ഇതന്നെയാണ് അദാനിയുടെ ഇതിലും വന്നിട്ടുള്ളത്. അപ്പോൾ അദാനിയുടെ ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഒരു കണക്കിന്ന് മാതൃഭൂമിയിലുള്ള കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അദാനി സ്പെൻഡ് ചെയ്തതിൻ്റെ ഡബിൾ ഓൾറെഡി കേരളം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ബാക്കിയുള്ള സ്പെൻഡിങ് കിടക്കാണ്. ഞാൻ പറയുന്നത് 2/3 ഗവൺമെൻറ് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് എടുക്കുമ്പോൾ 1/3 കൂടി എടുത്ത പിന്നെ അതേണ്ട ആവശ്യമുണ്ടോ? ഞാൻ നേരത്തെ മുമ്പൊരിക്കത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് ഏതെങ്കിലും മന്ത്രിതലത്തിൽ മന്ത്രിമാരായിട്ട് തീരുമാനമെടുക്കാതെ അതിനൊരു ടെക്നിക്കലായിട്ടുള്ള ഒരു സ്ക്രൂട്ടിനി വെച്ചുകൊണ്ട് ആ ടെക്നിക്കലായിട്ടുള്ള ക്വാളിഫൈഡുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഇതെന്തായിരിക്കും ഗവൺമെൻറ് കിട്ടേണ്ട ഫ്യൂച്ചറിൽ, അത് ബെനിഫിഷ്യലാണോ അതോ ഇത് ദോഷമാണോ എന്നുള്ളത് ആദ്യം ചെയ്തിട്ട് വേണം ക്യാബിനറ്റിൽ വെച്ചുകൊണ്ട് ആ തീരുമാനത്തെ അംഗീകരിച്ചെടുക്കാനായിട്ട്. അതിന് പോകാതെ വരുമ്പോൾ പ്രതിപക്ഷത്തിനില്ല, സാധാരണ ജനങ്ങൾക്ക് പോലും ഇലക്ട്രിസിറ്റിയുടെ എത്രതിന് ചാർജ് കൂടി നിൽക്കുന്ന സമയത്ത് എത്രയും കൂട്ടി ഇപ്പം അടുത്താണുള്ള പൈസ കൂട്ടിയത്. ആ അവസരത്തിൽ ഗവൺമെൻറ് ഇങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയുള്ള മന്ത്രിമാർ കൂടിയിട്ട് തീരുമാനം എടുത്ത് ഇങ്ങനെ പോകുന്നു, നമുക്ക് കിട്ടില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും ഇതിൽ അഴിമതി ഉണ്ടെന്നുള്ള വിശ്വസിക്കും. അപ്പോൾ അത് വിശ്വസിക്കാതിരിക്കണമെങ്കിൽ ഗവൺമെൻറ്റിന് നേരത്തെ തന്നെ സ്റ്റെപ്സ് എടുത്തുകൊണ്ട് കൃത്യം പോകേണ്ടതായിരുന്നു. അതിവിടെ വരുന്നില്ല. അതാണ് ഇതിലെ തെറ്റ്. ഇവിടെ സാമ്പത്തിക ഞെരുക്കത്തെ പറ്റി പറഞ്ഞപ്പോഴാണ്, അതായത് സംസ്ഥാന സർക്കാർ സാമ്പത്തിക ഞെരുക്കത്തിലായതുകൊണ്ട് തന്നെ ഇപ്പം കേരളീയം പോലെ അല്ലെങ്കിൽ ലോക കേരള സഭ പോലെയുള്ള വിവിധ സമ്മിറ്റുകളൊക്കെ നടത്തുന്നത് ഒരു പുനരാലോചന സർക്കാർ നടത്തുന്നുണ്ട്. ഇപ്പം അങ്ങൊരു കുറേയധികം വ്യവസായ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരാൾ കൂടിയാണ്. ഈ പോയ വർഷത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരത്തിൽ നടത്തിയിട്ടുള്ള സമ്മിറ്റുകളാവട്ടെ സഭകളാവട്ടെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഇന്ന് നോക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഗുണമായിട്ടുണ്ടോ, അല്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കം കൊണ്ട് അത് ഒഴിവാക്കപ്പെടുന്ന ഒരു തീരുമാനം എടുക്കുമ്പോൾ അതൊക്കെ എങ്ങനെയാകും അത് പ്രതിഫലിക്കുക? ഇതിൽ നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, വിഷയങ്ങളുണ്ട്. ഇതിൽ ഇപ്പോൾ സമ്മിറ്റ് നടത്തിയത് കൊണ്ട് കുറേ പൈസ ചിലവാക്കിക്കൊണ്ട് മാത്രം ഇവിടെ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ KSID's MD ആയിട്ട് ശ്രീ ജി തോമസൺ അദ്ദേഹം ഇരിക്കുമ്പോഴാണ് ആദ്യത്തെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്. അന്ന് അതിനെതിരെ ഒത്തിരി എതിർപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് 2 കോടിയോളം അതിനൊന്ന് സ്പെൻഡ് ചെയ്തു, അതിൻ്റെ ആളുകളെ കൊണ്ടിരുന്നും ബാക്കിക്കുന്നുണ്ട്.
അന്ന് പോലും ആ ഉദ്ദേശിച്ച രൂപത്തിൽ അതൊരു എടുത്ത തീരുമാനം തീർച്ചയായിട്ടും നന്നായിരുന്നു. അതെ. അത്തരത്തിലൊരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വന്നു, കുറേ ആളുകൾ വന്നു. ഇത് പക്ഷേ ആ പ്രോജക്ട്സ് ഒന്നും വന്നില്ല. കാരണം ബേസിക്കായിട്ട് ഇവിടെ മാറ്റിയെടുക്കേണ്ട കുറേ കാര്യങ്ങളൊന്നും അതിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ചേംബറിൻ്റെ ഡയറക്ടറായിരിക്കുമ്പോൾ 2009 ഫോക്കസ് കേരള എന്ന് പറഞ്ഞിട്ട് കേരള ചേംബർ ഗവൺമെൻറ്റുമായി ചേർന്നിട്ട് എളമരം കരീമായിരുന്നു അന്ന് അന്നത്തെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ നടത്തി 2700 ചില്ലാനം കോടിയുടെ പ്രോജക്ട്സ് അവിടെ അതിനുള്ള ഇൻട്രസ്റ്റ് ഓൾറെഡി അവിടെ വന്നു. നമ്മൾ പല ആളുകളുമായിട്ടും അന്നത്തെ പഞ്ചായത്തുകളുമായിട്ടും പഞ്ചായത്ത് സെക്രട്ടറിമാരും ബാക്കി വിളിച്ചുകൊണ്ട് അവരുമായിട്ടുള്ള ധാരണാപത്രം വരെ ഒപ്പിട്ടു. പക്ഷേ 500 കോടിയുടെ പോലും ഇൻവെസ്റ്റ്മെൻറ്റിൽ വന്നിട്ടില്ല. പക്ഷേ അതിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞൊരു ഇതുണ്ട്. എക്സിസ്റ്റിംഗ് ആയി ഇവിടെ പൂട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കിടക്കുന്ന ഇൻഡസ്ട്രീസിനെയും വിളിച്ചിരുന്നു ഞങ്ങൾ. അവരുമായിട്ടൊരു B2B നടത്തിയതിൽ ചില ഇൻഡസ്ട്രീസിന് ജോയിൻറ്റ് വെഞ്ചർ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു. മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ അതുപോലും ഇല്ല. ഇപ്പോൾ ഫെബ്രുവരിയിൽ നടത്താൻ പോകുന്ന ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് കൊട്ടി ഘോഷിക്കുന്നുണ്ട്, കോടികൾ ചിലവാക്കുന്നുണ്ട്. പക്ഷെ വരുന്നവർക്ക് IT പല കമ്പനികളും വരുന്നു, അതൊക്കെ വ്യത്യാസമുണ്ട്. അത് ഇതൊന്നും ഇല്ലെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ സ്പെൻഡ് ചെയ്യുന്ന പൈസ ഇല്ലാത്ത സമയത്ത് അനാവശ്യമായിട്ട് ഇത്തരം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല. കാരണം ബേസിക്കായിട്ട് കേരളത്തിനൊരു മാറ്റമുണ്ട്, ഇവിടെ വന്നാൽ യാതൊരു പ്രശ്നമില്ല എന്നുള്ള ബോധ്യം ആർക്കുണ്ടാവണം? ഈ വരുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. അത് അവർക്കില്ല. ഇന്ന് മറ്റൊരു റിപ്പോർട്ടിൽ നിന്ന് എനിക്കിവിടെ മാധ്യമത്തിലാണോ ഏതിലോ ഞാൻ വായിച്ചു, ഈ പെർ ഡേ ആവറേജ് ഒരു തൊഴിലാളിയുടെ കൂലി ലേബർ വരുന്നത് 890 രൂപയുടെ അടുത്താണ് കേരളത്തിൽ. 240 രൂപയുള്ളൂ മധ്യപ്രദേശ്. മനസ്സിലായോ? അതേപോലെ 300 ചില്ലാൻ രൂപയുള്ള UP മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം. നമ്മുടെ തൊട്ട് താഴെ നിൽക്കുന്നതെല്ലാം തമിഴ്നാട് അല്ലെങ്കിൽ അതുപോലെ സംസ്ഥാനങ്ങളാണ്. ഒരു ഇൻഡസ്ട്രി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാൾ അതിൻ്റെ കോസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ ലേബർ ഇത്രയും കൂടി നിൽക്കുന്ന സ്ഥലത്തേക്ക് അങ്ങനെ ഇൻഡസ്ട്രീസ് വരില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണത്. അപ്പോൾ അവരെപ്പോഴും നോക്കുന്നത് ലേബർ ഇൻറ്റൻസീവായിട്ടുള്ള അത്തരം ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും അവർ ആദ്യം ആലോചിക്കുക എവിടെയാണ് ഏറ്റവും സൗകര്യങ്ങളുള്ളത്. പിന്നെ റോ മെറ്റീരിയൽ അവൈലബിലിറ്റി ബാക്കിയുള്ള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പോർട്ട് റിലേറ്റഡ് ആക്ടിവിറ്റി നമുക്ക് മൂന്നാറിൽ ഏറ്റവും കുറഞ്ഞ സ്ഥലം കിട്ടും, അല്ലെങ്കിൽ കോതമംഗലത്ത് കിട്ടുന്നുണ്ട്, അവിടെ കൊണ്ടുപോയി വയ്ക്കില്ലല്ലോ. പോർട്ടിൻ്റെ റിലേറ്റഡ് ആയിട്ട് എൻ്റെ അടുത്ത് തന്നെ കിട്ടണം. അപ്പോൾ അത് ഇവിടെയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ ഇത്തരത്തിലുള്ള പല ആസ്പെക്റ്റ് ഒരു ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യുമ്പോൾ അതിന് ആവശ്യമാണ്. അതിൽ എന്തെല്ലാം പറഞ്ഞു കുറേ മാറ്റങ്ങൾ കൊടുന്നു എന്നല്ലാതെ ആ മാറ്റങ്ങൾ വന്നാലും ആ ഇൻഡസ്ട്രിക്കുള്ള നിലനിൽക്കാൻ കഴിയുമോ എന്നുള്ളൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. മനസ്സിലായോ? അതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ളുണ്ട്, അല്ലാത്ത മറ്റുള്ള സാങ്കേതികമായിട്ടുള്ളുണ്ട്. ഇതെല്ലാം നോക്കിയിട്ട് ഒരാൾ ഇൻഡസ്ട്രി കൊണ്ടുള്ളൂ. നമ്മൾ കുറേ ഈ ഇത്തരത്തിൽ കുറേ ആൾ കൊടുന്ന് പൈസ ചിലവാക്കിയുണ്ടോ, സമ്മിറ്റ് നടത്തിയുണ്ടോ, സെമിനാർ നടത്തിയുണ്ടോ ഒന്നും ഇൻവെസ്റ്റ്മെൻറ്റ് വല്ല. അതിൻ്റെ ബേസിക്കായിട്ട് കുറേ മാറ്റങ്ങൾ കൊണ്ടുവരണം, ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. കേരളത്തിലുള്ള ജനങ്ങൾക്കും ആ ബോധ്യം ഉണ്ടാവണം. മനസ്സിലായോ? അങ്ങനെ വന്നില്ലെങ്കിൽ ഗവൺമെൻറ് പിന്നെയും ഈ കടങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ കടമെടുത്തു, ഈ മാസം എടുക്കേണ്ട അഡീഷണൽ, എന്നിട്ടും ട്രഷറിയിൽ ബ്ലോക്ക് മാറ്റിയിട്ടില്ല. അപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് കേരളം. നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. ഇവിടെ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ വിവാദങ്ങളിൽപ്പെട്ടതാണ് റേഷൻ കടയിലെ മസ്റ്ററിങ് നടപടികൾ. ഇപ്പം മസ്റ്ററിങ്ങായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പല വീടുകളിലേക്കും കത്തുകൾ വരികയാണ്. അതായത് പല അംഗങ്ങളും സ്വാഭാവികമായിട്ടും വിദേശത്താണ്, സംസ്ഥാനത്തെ ഒരുപാട് കുടുംബങ്ങളിലെ. അപ്പം അവരുടെ പേരിൽ വാങ്ങിയ റേഷൻ സാധനങ്ങളുടെ തുക പിഴയടക്കം തിരികെ നൽകണമെന്നാണ് ഗൃഹനാഥന്മാർക്കും ഒക്കെ ലഭിക്കുന്ന കത്ത്. ഈ ഒരു ഗവൺമെൻറ് ഇടപെടലിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഗവൺമെൻറ് വേറെ വഴിയൊന്നുമില്ല. എങ്ങനെങ്കിലും എന്തെങ്കിലുമായി കുറേ പൈസ കളക്ട് ചെയ്തെടുത്തുകൊണ്ട് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രജിസ്ട്രേഷൻ്റെ ഇതിൽ എമൗണ്ട് കുറച്ച് കാണിച്ചവർക്കൊക്കെ ഒരു 2% എന്തോ സ്പെഷ്യലായിട്ട് അടച്ചുകൊണ്ട് ഇരുന്നത് എത്ര വർഷം മുമ്പ് വന്നിരുന്നത്. എനിക്ക് തോന്നുന്നു എസ് ശർമ്മ മിനിസ്റ്റർ ആയിരിക്കുന്ന കാലത്ത്, അച്യുതൻ ഗവൺമെൻറ് കാലത്ത് തുടങ്ങിയതാണ്. അത് വീണ്ടും ഓരോ ഗവൺമെൻറ് വരുമ്പോഴും എക്സ്റ്റെൻഡ് ഇപ്പോൾ ഈ ഗവൺമെൻറ് ഇപ്പോൾ അതിന് എക്സ്റ്റെൻഡ് കൊടുത്തില്ല ഇതെന്ന് വരികയാണ്. അതങ്ങനെ ഓരോ സമയത്ത് ബുദ്ധിമുട്ടുമ്പോൾ പല നിലയ്ക്കായിട്ടുള്ള പൈസകൾ എങ്ങനെയും ചാർജ് ചെയ്യാനുള്ള ഒരു നോക്കുക എന്നുള്ളതിനപ്പുറം ഇല്ല. ഞാൻ പറയുന്നത് ഇത് അതിനു മുമ്പ് തന്നെ ഇത്തരം മസ്റ്ററിങ് വന്നു കഴിഞ്ഞാൽ ഇതില്ലെങ്കിൽ തീർച്ചയായും ഇത് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പേ ഇത് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇത് കൊടുത്തിട്ട് വേണം, ഒരു വാണിംഗ് കൊടുക്കണമായിരുന്നു. ഇതാർക്കും കൊടുത്തിട്ടില്ല. ഇത് കൊടുത്ത് തിരിച്ചു പിടിക്കുക എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ അതിനു മുമ്പ് ഉണ്ടായിരുന്നത് ഈ ഗവൺമെൻറ് എംപ്ലോയീസ് അല്ലേ, മറ്റുള്ള പെൻഷൻസും ബാക്കി വെച്ചിട്ട് അവരൊന്ന് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത്
അതിന് മുമ്പേ ആലോചിക്കേണ്ടതല്ലേ. അതെ. അപ്പോൾ സിസ്റ്റംസാണ് ഇവിടെ ആവശ്യം. ആ സിസ്റ്റംസ് കൃത്യം കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സർക്കാർ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിടിക്കുന്നുണ്ടെന്ന് ഗവൺമെൻറ് നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും പല നികുതികൾ വേണം. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഒരു പക്ഷേ നാളെ ഈ ഗവൺമെൻറ്റിന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത്തരത്തിൽ ഇൻഡസ്ട്രിയലൈസേഷനോ ബാക്കിയോ വന്ന് വരുമാന മാർഗങ്ങളോ റിസോഴ്സസ് പൂൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നാൽ നമ്മുടെ വീടുകളിലെ തെങ്ങിനും കവുങ്ങിനും മാവിനും വരെ ടാക്സ് വരുന്നൊരവസ്ഥയിലേക്ക് പോകേണ്ടി വരും. മറ്റൊന്നിനെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അത്രയും രൂക്ഷമായൊരവസ്ഥയാണ് ഉള്ളത്. അതിന് എങ്ങനെ നേരിട്ട് കൊണ്ട് മാറ്റം കൊണ്ടുവരാമെന്നുള്ളതിലേക്കുള്ള ശ്രദ്ധയാണ് ജനങ്ങളോട് ഓപ്പണായിട്ട് പറയാം. നമ്മുടെ കടത്തുണ്ട് ഇന്നതാണ്, നമുക്ക് ഇന്ന സ്റ്റെപ്സ് എടുക്കണം. ഇപ്പം സാധാരണ പറയുള്ള ഒരു എന്താണ് വയറ് മുറുക്കി കെട്ടണം എന്നൊക്കെ പറയുന്ന ഒരു ഇതിൽ പട്ടിണി വരുമ്പോൾ, അപ്പോൾ ആ അവസ്ഥ വരുമ്പോൾ നമ്മൾ തുറന്ന് പറയണം. അല്ലാതെ അത് തുറന്നു പറയില്ല. ഇപ്പുറത്തെ സമ്മിറ്റിൽ നിന്ന് കുറേ പൈസകൾ ചിലവാക്കുന്നു, ജനങ്ങൾ കാണുന്ന ഇവിടെ ഇഷ്ടംപോലെ പൈസ അനാവശ്യമായി ചിലവാക്കുന്നു, എന്നാൽ ഇപ്പുറത്തവർക്ക് ടാക്സുകൾ കൂടുന്നു, ഇലക്ട്രിസിറ്റി കൂടുന്നു, മറ്റുള്ള വരുന്നു, പ്രവർത്തനങ്ങൾ സുതാര്യമില്ല വരുമ്പോൾ ജനങ്ങൾ സർക്കാരിന് എതിരെയാണ് ചിന്തിക്കുക. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇവിടെ വിവിധ വിഷയങ്ങളിലെ തൻ്റെ നിലപാടുകൾ, പ്രത്യേകിച്ച് സർക്കാർ സംവിധാനങ്ങളുടെ പാളിച്ചകൾ തുടങ്ങി മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ മൂല്യച്യുതി വരെയുള്ള വിവിധ വിഷയങ്ങളിലെ തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുകയായിരുന്നു NCP സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി. നന്ദി സാർ. താങ്ക് യു.